ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയം കൊതിക്കാത്തവരുണ്ടോ? നന്നായി വിജയിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിനുള്ള വഴികൾ കണ്ടെത്തേണ്ട നിശ്ചയമായി വേണം. ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ലക്ഷ്യബോധം. കുഞ്ഞുനാളാവുമ്പോഴേ ചിന്തിച്ചു തുടങ്ങണം, എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു അധ്യാപകനാകണം, അല്ലെങ്കിൽ ഒരു അധ്യാപികയാകണം, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരാളാകണം, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറാകണം, ബാങ്ക് ഉദ്യോഗസ്ഥരാകണം, ഡിഫൻസ് ഓഫീസറാകണം, പൈലറ്റ് ആകണം, ലോക്കോ പൈലറ്റ് ആകണം, മർച്ചന്റ് നേവി ഓഫീസറാകണം. ഇങ്ങനെ ഒരുപാട് ജോലികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു ജോലി എനിക്കിതാവണം എന്ന് ഉറച്ച ഒരു ലക്ഷ്യബോധം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കണം. ലക്ഷ്യം വേണം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സ്കൂളോ കോളേജോ വിടുന്ന സമയം, അന്ന് ട്യൂഷനോ ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിട്ടാൽ നേരെ എവിടെയാണ് പോവുക? നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എൻ്റെ വഴി നേരെ മുമ്പോട്ടാണോ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ, ഏത് വഴി പോകണം? ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ല. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിലെത്തുന്നു. എന്താണ് കാരണം? യെസ്, ക്ലാസ് കഴിഞ്ഞാൽ എത്തേണ്ടത് വീട്ടിലാണ് എന്ന ഉറച്ച ലക്ഷ്യബോധം നിങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ തലച്ചോറ് കാലിന് വഴി അങ്ങോട്ട് കൊടുത്തോളൂ. നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ലക്ഷ്യബോധമാണ് അതിന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഭാവിയിൽ ഞാൻ ഇന്നതാകണം എന്ന ഏതെങ്കിലും ഒരു ജോലി നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് കാണൂ. എന്നിട്ട് ദിവസവും ഒരല്പസമയമെങ്കിലും കണ്ണടച്ചിരുന്ന് നിങ്ങൾ ആ ജോലി ചെയ്യുന്ന രംഗം ഒരു വീഡിയോ പിക്ചറായിട്ട് കാണും. അങ്ങനെ ദിവസവും വീഡിയോ പിക്ചറായിട്ട് കാണുന്ന ഇതിനെയാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം അവരോട് പറഞ്ഞത് ഓർക്കുക, ഉറക്കത്തിൽ കാണേണ്ടതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണേണ്ടതാണ് സ്വപ്നം. നമ്മുടെ ഭാവിയിൽ എന്താണെന്ന്, നാം എന്താവണമെന്ന് ചിന്തിക്കാനുള്ള, ആ ലക്ഷ്യമുണ്ടാക്കാനുള്ള, ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴികളെ കുറിച്ചുള്ള സ്വപ്നം, അതാണ് കാണേണ്ടത്. അതിന് ഉറച്ച ലക്ഷ്യബോധം വേണം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും വേണം. നിങ്ങൾക്ക് എന്ത് ജോലിയോടാണോ താല്പര്യം, ആ ജോലിയുമായി ബന്ധപ്പെട്ട് നേടേണ്ട സ്കില്ലുകൾ കിട്ടുന്ന രീതിയിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് വേണം പഠിക്കാൻ. അല്ല, അടുത്ത വീട്ടിലെ കുട്ടി ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആവണം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ ഓരോ വ്യക്തിയിലും ഉള്ള കഴിവുകൾ വ്യത്യസ്തമാണ്. പലതരം ബുദ്ധികളും പലതരം കഴിവുകളും മനുഷ്യരിലുണ്ട്. പക്ഷേ എല്ലാവരിലും ഇതിലേതെങ്കിലും ഒന്ന് ഏറ്റവും ശക്തമായിരിക്കും. ബാക്കിയുള്ളവ അല്പമോ കുറെ കൂടെയൊക്കെ വീക്കായിരിക്കും. അപ്പൊ ഏത് കഴിവ് അല്ലെങ്കിൽ ഏത് ബുദ്ധി ആണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്ന് കണ്ടെത്തൂ. എന്നിട്ട് ആ വഴിക്ക് നിങ്ങൾ പോകും. അങ്ങനെ പോയാൽ നിങ്ങളുടെ കഴിവ് ഏതാണെന്ന് കണ്ടെത്തി ആ ലക്ഷ്യമുണ്ടാക്കി ആ ലക്ഷ്യത്തിലുള്ള മാർഗം കണ്ടെത്തി യാത്ര ചെയ്യും. അതിനുവേണ്ടി ആ രീതിയിൽ പഠിക്കും. അല്ലാതെ മറ്റൊരു കുട്ടിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് പരാജയത്തിലോട്ടെത്തിക്കും. അവനവന്റെ ഭാവി അവനവൻ തീരുമാനിക്കുക. അത് സ്വന്തം അച്ഛനും അമ്മയോ പോലും അല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, ഞാൻ മാത്രമാണ്. അത് എൻ്റെ അധ്യാപകരോ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നുമല്ല. ഞാൻ തീരുമാനിച്ച് ആ വഴി ഞാൻ കണ്ടെത്തി ആ വഴിക്ക് പോകാൻ നന്നായിട്ട് നിങ്ങൾ നീങ്ങണം. എങ്കിൽ നിങ്ങൾ നല്ല പഠിക്കാനാവും. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ആരെങ്കിലും കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ആ വഴിക്ക് പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഒരിടത്തും എത്തില്ല. വെറുതെ നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്.
നല്ലൊരു ലക്ഷ്യം കണ്ടെത്തും. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന മത്സരം, കളിക്കുന്ന ആള് ബോളിനെ എങ്ങോട്ടെങ്കിലും കിക്ക് ചെയ്താൽ ടീം വിജയിക്കുമോ? ആ കിക്ക് ചെയ്യുന്ന ആളിന് ലക്ഷ്യം വേണം. എങ്ങോട്ടാ? ആ ഗോൾ പോസ്റ്റിന് അകത്തോട്ട് പന്ത് പോകണം. ആ രീതിയിൽ അങ്ങോട്ട് ആ ഗോൾ പോസ്റ്റിനകത്തോട്ട് പോകത്തക്കവണ്ണം കാലുകൊണ്ട് പന്തിനെ തൊഴിച്ചാല് വിജയിക്കാനുള്ള സാധ്യത വരുന്നുള്ളൂ. അപ്പോഴും വിജയിക്കാനുള്ള സാധ്യത വന്നാൽ അതിനെ ഗോളി പിടിച്ചാൽ പോകാം. അതായത് തടസ്സമാണ് വരും. ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വരും. നിങ്ങളൊരു ലക്ഷ്യബോധത്തോടെ നീങ്ങുമ്പോൾ ആ ലക്ഷ്യത്തിനെ തടസ്സപ്പെടുത്താൻ തടസ്സങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ലേ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അടിക്കാൻ വേണ്ടി നിങ്ങൾ ഗോൾ പോസ്റ്റിനെ നോക്കി ഗോൾ അടിച്ചു. കൃത്യമായിട്ട് ഗോൾ പോസ്റ്റിനെ നേർക്കാണ് പോകുന്നത്. പക്ഷെ ഗോൾ എടുത്താൽ അത് ഗോളല്ല. അപ്പം നിങ്ങളുടെ വർക്കിന് വേണ്ടി വരുമ്പോൾ തടസ്സങ്ങൾ വരും. പക്ഷെ ഞാൻ ആദ്യം ഫുട്ബോൾ കളിക്കുകയാണ്, ഞാനൊന്ന് ഗോൾ അടിച്ചു, അത് ഗോളി പിടിച്ചു. എന്നത് ഞാനിനി ഒരിക്കലും ഗോൾ പോസ്റ്റിലോട്ട് അടിക്കണ്ട എന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും ഗോൾ വീഴും. എൻ്റെ ടീം എന്തെങ്കിലും ഏതെങ്കിലും കളി ജയിക്കുമോ? അപ്പൊ തടസ്സം കണ്ട് പകച്ചു നിൽക്കാതെ ആ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ച് അതിനുള്ള വഴികൾ കണ്ടെത്തി ആ മാർഗം സ്വീകരിച്ച് നീങ്ങും. നടക്കാൻ പഠിക്കുന്ന കുട്ടി ആദ്യമൊക്കെ വീഴാറില്ലേ? ആദ്യം 1-2 പ്രാവശ്യം വീണപ്പോൾ പേടിച്ച് അയ്യോ ഞാൻ നടന്നാൽ വീഴും എന്ന് പേടിച്ച് ആ കുഞ്ഞ് നടക്കാതിരുന്നാൽ എന്തെങ്കിലും നടക്കുമോ? ആ കുട്ടി നടക്കൂലല്ലോ. ആ വീഴ്ചകളിൽ നിന്നാണ് നടക്കാൻ പഠിക്കുന്നത്. തോൽവികളിൽ നിന്നാണ് വിജയങ്ങൾ കാണേണ്ടത്. ഫെയിൽ എന്ന വാക്കിന്റെ ഫുൾ ഫോം പോലും FAIL, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. പഠനത്തിന്റെ ആദ്യ ഒരു അവസരമാണത്. അത് മനസ്സിലാക്കൂ. 1-2 പരാജയം വന്നാൽ അത് കണ്ട് പേടിച്ച് പുറകോട്ട് പോകരുത്. ഉദാഹരണത്തിന് ഞാൻ സർവീസിൽ അധ്യാപകനായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അധ്യാപകർക്ക് ടീച്ചിങ് എയ്ഡ് കോമ്പറ്റീഷൻ ഉണ്ട്. ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് പോയപ്പോൾ അന്ന് ഒരുപാട് അധ്യാപകരുണ്ട്. ആരും പറയട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു ലാസ്റ്റ്, ഏറ്റവും അവസാനം ഞാനായിരുന്നു. പക്ഷെ ആ മത്സരത്തിൽ അന്ന് പങ്കെടുത്തപ്പോൾ എനിക്ക് ആ മത്സരത്തിൻ്റെ നിലവാരവും അതിന് ആ പ്രൈസ് കിട്ടുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാകണമെങ്കിൽ, അത് നേടണമെങ്കിൽ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണമെന്ന് ആ മത്സരത്തിൽ പങ്കെടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആ അനുഭവത്തിൽ നിന്ന് മത്സരത്തെക്കുറിച്ച് പഠിച്ചു. അതനുസരിച്ച് അടുത്ത പ്രാവശ്യം ടീച്ചിങ് ചെയ്തു, ഫസ്റ്റ് കിട്ടി. തുടർച്ചയായിട്ട് 16 വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് നേടാൻ കഴിഞ്ഞു. നാഷണൽ ലെവലിലൊക്കെ സമ്മാനങ്ങൾ കിട്ടി. നേരെ വെച്ച് ഞാൻ ആദ്യം തോറ്റപ്പോൾ മര്യാദക്കിരുന്നെങ്കിലോ ഇത് കിട്ടുമായിരുന്നോ? ഇല്ല. അപ്പൊ ജീവിതത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്. പരാജയങ്ങൾ കണ്ട് പകച്ചു നിൽക്കാതെ നിങ്ങളൊരു ലക്ഷ്യബോധം ഉൾക്കൊണ്ട് ഒരു ഗോൾ നേടാനായിട്ട് ഉറപ്പിച്ച്, ലക്ഷ്യം ഉറപ്പിച്ച് ആ വഴിക്ക് നീങ്ങൂ. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കൂ. ഓൾ ദി ബെസ്റ്റ്.